ഹലോ ഓൾ, ഈ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇറ്റ്സ് അബൌട്ട് സബ്ഫൈലം സെഫാലോകോർഡേറ്റ. ഫൈലം കോർഡേറ്റയിലുള്ള 3 സബ്ഫൈലങ്ങളുണ്ട്. അതായത് സബ്ഫൈലം യൂറോകോർഡേറ്റ, സബ്ഫൈലം സെഫാലോകോർഡേറ്റ ആൻഡ് സബ്ഫൈലം വെർട്ടിബ്രേറ്റ. അതിൻ്റെ അകത്ത് സബ്ഫൈലം സെഫാലോകോർഡേറ്റയെ കുറിച്ചാണ് ഇവിടെ ഡിസ്കഷൻ നടക്കാൻ പോകുന്നത്. If you are looking into the salient features of Subphylum Cephalochordata, നമ്മൾ അവരെ കോമൺലി വിളിക്കുന്നത് acrania എന്നാണ്, ബിക്കോസ് ദേ ഡോണ്ട് ഹാവ് എ സ്കൾ. ഇവിടെ മുകളിൽ കാണുന്ന സെഫാലോകോർഡേറ്റയിലെ ഒരു ഓർഗാൻസിൻ്റെ പടമാണ്. യു ക്യാൻ സീ ദാറ്റ് ദേ ഡോണ്ട് ഹാവ് എ സ്കൾ. Now these are marine organisms. ഇവിടെ മറീൻ പ്രോട്ടോകോർഡേറ്റ്സ് 2 പേരും യൂറോകോർഡേറ്റ ആണെങ്കിലും സെഫാലോകോർഡേറ്റ ആണെങ്കിലും 2 പേരും എക്സ്ക്ലൂസീവ്ലി മറീൻ ഓർഗാനിസം ആണ്. Now these are sedentary ആണ്, അതായത് മോറോലെസ് സെഡൻ്റ്. അവർക്ക് മൂവ്മെൻറ്റ് ഇല്ല എന്നല്ല, ദേ മൂവ് അറൗണ്ട്, ബട്ട് എവിടെയെങ്കിലുമൊക്കെ ഒരു ബറോ ചെയ്ത് കുഴി കുഴിച്ച് അവിടെ ഇരിക്കാനാണ് ഇവർ താല്പര്യപ്പെടുന്നത്. ബറീഡ് സോയിൽ ഇങ്ങനെ, അല്ലെങ്കിൽ സോയിൽ ഇൻ ദ സെൻസ് കടലിൻ്റെ അടിത്തട്ടിലുള്ള മണലിൽ ബറോ ചെയ്ത് അതിൻ്റെ ആൻറ്റീരിയർ പോർഷൻ മാത്രം പുറത്തോട്ട് കാണിച്ചത് ഇങ്ങനെ, അതിൻ്റെ തലഭാഗം മാത്രം, അതിൻ്റെ ആൻറ്റീരിയർ പോർഷൻ മാത്രം. നമുക്ക് ഹെഡെന്നും പറയാൻ പറ്റില്ല കേട്ടോ, ദേ ഡോണ്ട് ഹാവ് എ പ്രോമിനൻറ്റ് ഹെഡ്. സോ അവരുടെ ആൻറ്റീരിയർ പോർഷൻ മാത്രം ഇങ്ങനെ പുറത്തോട്ട് കാണിച്ചിരിക്കാനാണ് ഇത് കൂടുതൽ ആഗ്രഹിക്കുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് ദേ ആർ സെഡൻറ്ററി ആൻഡ് ബറീഡ് വിത്ത് ഓൺലി ആൻറ്റീരിയർ പോർഷൻ പ്രൊജക്റ്റിംഗ് എബവ് ദ സാൻഡ്. And they have a fish-like body, elongated fish-like body ആണ്. You can see that the body is transparent and metameric ആണ്. നമുക്ക് സെഗ്മെൻറ്റേഷൻ കാണാൻ പറ്റും, ഏതെങ്കിലുമൊക്കെ മസിൽ സെഗ്മെൻറ്റേഷൻ, പല സെഗ്മെൻറ്റേഷൻ കാണാൻ പറ്റും. Now they don't have head. നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും ഒരു പ്രോമിനൻറ്റ് ഹെഡോ, they don't have appendages, ഒരു പ്രോമിനൻറ്റ് അപ്പൻഡേജസോ ഒന്നുമില്ല. ആൻഡ് സം സേ ദാറ്റ് ദേ ആർ ബ്രെയിൻലെസ്, അവർക്ക് ബ്രെയിൻ ഇല്ല. കറക്റ്റാണ്, ബ്രെയിൻ എന്ന് പറയുന്നൊരു സ്ട്രക്ചർ നമുക്ക് കാണാൻ പറ്റില്ലെങ്കിലും നെർവ് കോഡിൻ്റെ ആൻറ്റീരിയർ എൻഡിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, ഒരു പ്രൊജക്ഷൻ കാണാൻ പറ്റും. സോ ബ്രെയിൻ ഇല്ല എന്നങ്ങ് അടച്ചു പറയാൻ പറ്റില്ല, എന്നാലും ബ്രെയിൻ എന്ന് പറയുന്ന ഒരു പ്രോപ്പർ സെറിബ്രൽ അങ്ങനെയൊന്നും ഇവർക്കില്ല. പക്ഷെ ഒരു എൻലാർജ്മെൻറ്റ് ഓഫ് നെർവ് കോഡ് എവിടെ ആൻറ്റീരിയർ എൻഡിൽ കാണാൻ പറ്റും. Now they have got median fins, അതായത് നമ്മൾ ഫിഷിലൊക്കെ പറയുന്ന പോലെ മീഡിയൻ ഫിൻ, അതായത് ഇവർക്ക് ഡോഴ്സൽ ഫിൻ എന്താ പറയുന്നത്, ഡോഴ്സൽ ഫിൻ ഉണ്ട് ഇവർക്ക്, മീഡിയൻ ഫിൻ ഉണ്ട് ആൻഡ് കോഡൽ ഫിൻ. അപ്പോൾ അവരുടെ ബോഡിയുടെ നടുക്കൂടെ പോകുന്ന ഡോഴ്സൽ ഫിൻ, കോഡൽ ഫിൻ ആൻഡ് മീഡിയൻ ഫിൻ ഇവർക്കുണ്ട്. ഇവർ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ ദീസ് ആർ ദി ഓൺലി ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ്, ഓൺലി ഗ്രൂപ്പ് ഓഫ് കോർഡേറ്റ് ഓർഗാനിസംസ് വിച്ച് പൊസസ് all the chordate characters, like നമ്മൾ പറയില്ലേ, presence of notochord, presence of dorsal tubular nerve cord, presence of pharyngeal gill slits. ഈ 3 chordate charactersഉം ലൈഫ് ലോങ്, ലാവൽ സ്റ്റേജിലും അഡൽട്ട് സ്റ്റേജിലും കാണുന്ന ഒരേ ഒരു ഓർഗാനിസമാണ്. അതായത് ലൈഫ് ലോങ്, എല്ലാ ലൈഫ് സ്റ്റേജിലും ഒരുപോലെ ഈ 3ഉം പെർസിസ്റ്റ് ചെയ്യുന്ന ഒരു ഓർഗാനിസമാണ് ഏത്, ഈ പറയുന്ന സെഫാലോകോർഡേറ്റിലുള്ള ഓർഗാനിസംസ്. Now അവരുടെ ബോഡി വാൾ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് സെഗ്മെൻ്റലി അറേഞ്ച് മസിൽസ്. നമുക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റുന്ന സെഗ്മെൻ്റലി അറേഞ്ച് മസിൽസ് കൊണ്ടാണ് അവരുടെ ബോഡി വാൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ആൻഡ് ദീസ് മസിൽസ് നമ്മൾ വിളിക്കുന്ന മയോട്ടോംസ് അല്ലെങ്കിൽ മയോമിയേഴ്സ് ആണ്. ആൻഡ് ദ ബോഡി ഈസ് ഡിവൈഡ് ടു എ ട്രങ്ക് ആൻഡ് എ ടെയിൽ. സോ ദ ബോഡി ഈസ് ഡിവൈഡ് ടു എ ട്രങ്ക് ആൻഡ് എ ടെയിൽ. ആൻഡ് ദ ബോഡി ഹാസ് 3 ഓപ്പണിങ്സ്. ഒരു മൗത്ത് എന്ന് പറയുന്ന ഓപ്പണിംഗ് ഉണ്ട്, ഏനസ് എന്ന് പറയുന്ന ഓപ്പണിംഗ് ഉണ്ട്, ഏട്രിയോപോർ എന്ന് പറയുന്ന ഒരു ഓപ്പണിംഗ് ഉണ്ട്. Now അവരുടെ സീലോം എൻട്രോസീലസ് സീലോമാണ്, എൻട്രോസീലസ് ആയിട്ടാണ് അവർ സീലോം ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇറ്റ് ഇസ് റെഡ്യൂസ്ഡ് അറ്റ് ദ റേഞ്ച് ഓഫ് ഫാരിങ്സ്. കാരണം ഏട്രിയത്തിൻ്റെ ഡെവലപ്മെൻറ്റ് കാരണം നമുക്ക് സീലോമിനെ ഫാരിങ്സിൻ്റെ അവിടെ കാണാൻ പറ്റത്തില്ല. ഓക്കെ, ആൻഡ് ദേ ഫിൽട്ടർ ഫീഡേഴ്സ്. ആൻഡ് അവർക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റം ഇസ് കംപ്ലീറ്റ് ആണ്, അവരുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം കംപ്ലീറ്റ് ആണ്. മൗത്ത് ആൻഡ് ഏനസ് ഉള്ളത് കൊണ്ട് തന്നെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഇസ് കംപ്ലീറ്റ്. മൗത്ത് ഉണ്ട്, ഫാരിങ്സ് ഉണ്ട് വിത്ത് ന്യൂമറസ് ഗിൽ സ്ലിറ്റ്സ്. ആൻഡ് എന്താ പറയുക, ബാക്കി സ്റ്റൊമക്കും ഇൻഡസ്റ്റൈൻ്റെ പോർഷൻസ് നമുക്ക് കാണാൻ പറ്റും. ഏറ്റവും വലിയ പ്രത്യേകത ദേ ഹാവ് ഗോട്ട് എ മിഡ് ഗട്ട് ഡൈവേർട്ടിക്കുലം. കണ്ടോ, മിഡ് ഗട്ടിൻ്റെ അവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റും, ഒരു ഡൈവേർട്ടിക്കുലം കാണാൻ പറ്റും, ഇങ്ങനെ ഒരു എക്സ്ട്രാ പ്രൊജക്ഷൻ കാണാൻ പറ്റും. നൗ ഡൈവേർട്ടിക്കുലം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഒരു എക്സ്ട്രാ പ്രൊജക്ഷൻ കാണാൻ പറ്റും, വിച്ച് ഇസ് റിഫേർഡ് ടു ആസ് ലിവർ അല്ലെങ്കിൽ ഹെപ്പാറ്റിക് സീക്കം. അത് മെയിൻ ആയിട്ടുള്ള ഡൈജസ്റ്റീവ് ഗ്ലാൻഡ് ആണ് അതെന്ന് പറയുന്നത്. ആൻഡ് ഹൗ ഇസ് ദ റെസ്പിറേഷൻ ഡൺ? ദ റെസ്പിറേഷൻ ഇസ് ഡൺ ത്രൂ ബോഡി സർഫസ്, ബോഡി സർഫസ്. ഇനി അടുത്തത് our excretion is through protonephridia. Now what are protonephridia? Now protonephridia എന്ന് പറയുന്നത് actually you can see that അതൊരു excretory system ആണ് which is found in
പ്ലാറ്റി ഹെൽമന്തസ്, നെമറ്റീരിയ പോലത്തെ ഓർഗാൻസിൽ കാണുന്ന ഒരു എക്സ്ക്രീറ്ററി സിസ്റ്റമാണ് പ്രോട്ടോനെഫ്രീഡിയ എന്ന് പറയുന്നത്. പ്രോട്ടോനെഫ്രീഡിയ എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഒരു നെറ്റ്വർക്ക് ഓഫ് ട്യൂബ്യൂൾസ് ആണ്, എൻഡ് ടു എൻഡ് ഉള്ള നെറ്റ്വർക്ക് ഓഫ് ട്യൂബ്യൂൾസ് ആണ്. ദേ ആർ കണക്റ്റഡ് ടു ആൻ എക്സ്റ്റീരിയർ പോൾ. ഒരു ട്യൂബ്യൂൾസ് ഇങ്ങനെയായിട്ടാണ് ഇരിക്കുന്നത്. ഈ ട്യൂബ്യൂളിൻ്റെ അറ്റത്ത് നമുക്ക് സീലിയ ഒക്കെ ഉള്ളൊരു ഫ്ലെയിംസിൽ കാണാൻ പറ്റും. ആൻഡ് ദേ ആക്ച്വലി എന്താ ചെയ്യുന്നത്, ദേ ഫങ്ഷൻ ബൈ റിമൂവിങ് ദ വേസ്റ്റ്. അപ്പോൾ ഇതാണ് പ്രോട്ടോനെഫ്രീഡിയാണ് നമ്മൾ ഈ പറയുന്ന നോൺ കോഡേറ്റയിൽ കാണുന്ന ടൈപ്പ് ഓഫ് എക്സ്ക്രീറ്ററി സിസ്റ്റമാണ് ഇവർക്കും ഉള്ളത്. ഇനി ഇവരുടെ നെർവ് ട്യൂബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നെർവ് ട്യൂബ് ഇറ്റ് ലൈസ് എബവ് ദ നോട്ടോകോഡ് ആൻഡ് നോ സ്പെഷ്യലൈസ് സെൻസ് ഓർഗൻ. അപ്പോൾ അവർ ഈ പറയുന്ന നോട്ടോകോഡിന് തൊട്ടും പുറത്തായിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും, നെർവ് കോഡിനെ കാണാൻ പറ്റും. പക്ഷേ സ്പെഷ്യൽ സെൻസ് ഓർഗൻസ് ഒന്നും കാണാൻ പറ്റില്ല. സെക്സസ് സെപ്പറേറ്റഡ് ആണ് ആൻഡ് സെഗ്മെൻ്റലി അറേഞ്ച്ഡ് ന്യൂമറസ് ഗോണാഡ്സ് കാണാൻ പറ്റും. ഇവർക്ക് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇസ് വിത്ത് ഹെൽപ്പ് ഓഫ് എ ലാവ. Now classification of the subphylum Cephalochordata എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ Cephalochordata എന്നൊരു ക്ലാസ് ആണുള്ളത്. 2 ജീനസ് ആണ് മെയിൻലി നമുക്കുള്ളത്, ബ്രാക്കിയോസ്റ്റൊമേറ്റ ആൻഡ് എസിമിട്രോ. ഇതിൻ്റെ അകത്ത് ജീനസ് ബ്രാക്കിയോസ്റ്റോമ ലാൻസിയോലേറ്റസ് അല്ലെങ്കിൽ ആംഫിയോക്സസ് ലാൻസിയോലേറ്റസ് എന്ന് പറയുന്ന ഓർഗാനിസമാണ് ഇപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, സോ ദിസ് ഓർഗാനിസം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആംഫിയോക്സസിനെ കുറിച്ച് നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് കേട്ടോ എക്സാമിന്. ഇനി നൗ ദീസ് ഓർഗാനിസംസ് ആർ കോമൺലി നോൺ ആസ് ലാൻസ്ലെറ്റ്. ലാൻസ്ലെറ്റ് എന്ന് വിളിക്കാൻ കാര്യം വെച്ചാൽ നമ്മൾ ബ്ലഡ് ടെസ്റ്റിനൊക്കെ ചെയ്യുന്ന ലാൻസ്ലെറ്റ് ഇല്ലേ, ബ്ലഡ് എടുക്കാൻ വേണ്ടി എടുക്കുന്ന ചെറിയ നീഡിൽ പോലത്തെ രണ്ടറ്റവും കൂർത്തിരിക്കുന്നത് ഈ ലാൻസെറ്റ് പോലെ ഇരിക്കുന്നതുകൊണ്ടാണ് ഇവരെ ലാൻസ്ലെറ്റ് ഓർഗാനിസം എന്ന് വിളിക്കുന്നത്. ആൻഡ് ദീസ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ മറീനാണ്, സാൻഡി ആയിട്ടുള്ള ബോട്ടത്തിലാണ് ഇവരെ കാണുന്നത്, കോസ്റ്റൽ വാട്ടറിൽ. ദേ റിമെയിൻ യൂഷ്വലി ബറീഡ് ഇൻ ദി സോയിൽ സാൻഡ്. ഓക്കെ, ആൻഡ് പക്ഷേ ദേ സ്വിം ഒക്കേഷണലി, അവർ ഇടയ്ക്കിടയ്ക്ക് ഒക്കേഷണലി സ്വിം ചെയ്യാറുണ്ട്. ഇങ്ങനെ ഒരു വിഗിളിംഗ് മോഷനാണ് ഇവർ യൂഷ്വലി എക്സിബിറ്റ് ചെയ്യുന്നത്. ഈ കാണുന്ന പോലത്തെ ഒരു വിഗിളിംഗ് മോഷൻ. സ്ലോ മോഷനിൽ അവർ എങ്ങനെയാണ് ബറോ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ദിസ് ഇസ് ഹൗ ദേ യൂഷ്വലി ബറോ. സ്ലോ മോഷൻ വീഡിയോ ആണ്, ഇവരുടെ കറക്റ്റ് സ്പീഡ് ഇതല്ല, എന്നാലും അവരിങ്ങനെ ബറോ ചെയ്തിട്ടാണ് മണ്ണിൻ്റെ ഇലയും ബറോ ചെയ്ത് സീ ബോട്ടത്തിൽ സാൻഡി ബോട്ടത്തിൽ ബറോ ചെയ്ത് ആണ് യൂഷ്വലി അവർ ഇരിക്കാറ്. പിന്നെ നമ്മൾ ആദ്യം സബ്ഫൈലത്തിൻ്റെ ക്യാരക്ടേഴ്സ് പറഞ്ഞതുപോലെ തന്നെ ആംഫിയോക്സിസിനും നോട്ടോകോഡ്, ഡോർസൽ ട്യൂബുലർ, നെർവ് കോഡ് ആൻഡ് ഫാരഞ്ചൽ ഗിൽസ്ലിറ്റ്സ് ആൻഡ് പോസ്റ്റൈനൽ ടെയിൽ ത്രൂ ഔട്ട് ദെയർ ലൈഫ് പ്രസൻ്റ് ആണ്. ബോഡി യൂഷ്വലി 5 to 10 സെൻറ്റിമീറ്റർ നീളമേ ഉണ്ടാകാറുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബോഡി ഈസ് ഡിവൈഡ് ടു 3, ബോഡിയിൽ 3 ഓപ്പണിംഗ് ഉണ്ട് ആൻഡ് ബോഡി ഈസ് ഡിവൈഡ് ടു ട്രങ്ക് ആൻഡ് ടെയിൽ. Now talking about the digestive system, our mouth and our special features on that, so let's discuss about that. Now the mouth, now this is the oral end. ഈ oral end ൽ now what you see is the mouth. ഈ കാണുന്ന അകത്താണ് മൗത്ത് ഇരിക്കുന്നത്. ഓക്കെ, ഈ ഓറൽ എൻഡിൽ you can see that the oral end, the mouth is surrounded by a frill like structure. now the മൗത്തിന് ചുറ്റും നമുക്ക് എന്ത് കാണാൻ പറ്റും, ഒരു ഫ്രിൽ ലൈക്ക് സ്ട്രക്ചർ കൊണ്ട് സറൗണ്ട് ചെയ്യുന്നതാണ്. ഈ റെഡ് കളറോട് ഞാൻ മാർക്ക് ചെയ്യുന്ന ഫ്രിൽ ലൈക്ക് സ്ട്രക്ചർ കൊണ്ട് സറൗണ്ട് ചെയ്തായിരിക്കും കാണാൻ പറ്റും. ഈ ഫ്രിൽ ലൈക്ക് സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന, ഫ്രിൽ ലൈക്ക് മെംബ്രെയിനെ വിളിക്കുന്ന പേരാണ് ഓറൽ ഹുഡ്. നമ്മൾ എന്താ അതിനെ വിളിക്കുന്നത്, ഓറൽ ഹുഡ്. നൗ ദ എഡ്ജസ് ഓഫ് ദ ഓറൽ ഹുഡ് ഹാസ് ഗോട്ട് സീലിയേറ്റഡ് പ്രോസസ് ഓർ സെർസൈ. നമ്മൾ ഈ ഓരോ ടെൻഡർ ഹെയർ ലൈക്ക് ഫിലമെൻറ്റിനെ നമ്മൾ അതിൻ്റെ അത് വിളിക്കുന്നതാണ് സെർസൈ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. നൗ ഇവിടെ തന്നെ നമ്മൾ ഓറൽ ഹുഡ് അകത്തോട്ട് പോകുമ്പോൾ യു ക്യാൻ സീ ദാറ്റ് ഓറൽ ഹുഡ് ഇറ്റ് എൻക്ലോസസ് ഒരു ഫണൽ ലൈക്ക് ക്യാവിറ്റി ഉണ്ട്. ഓറൽ ഹുഡിൻ്റെ അകത്ത് നമുക്ക് എന്ത് കാണാൻ പറ്റും, ഒരു ഫണൽ ലൈക്ക് ക്യാവിറ്റി ഉള്ളത്. ഈ യെല്ലോ കളറിൽ ഞാൻ മാർക്ക് ചെയ്യുന്നതാണ് ഫണൽ ലൈക്ക് ക്യാവിറ്റി. നൗ ഈ ഫണൽ ലൈക്ക് ക്യാവിറ്റീനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വെസ്റ്റിബ്യൂൾ. സോ ദി ഓറൽ ഹുഡിൻ്റെ അകത്ത് ഇറ്റ് എൻക്ലോസസ്, ഇവിടെ നമുക്ക് കാണാൻ പറ്റും, കണ്ടോ ഒരു ഫണൽ ലൈക്ക് ക്യാവിറ്റീനെ കാണാൻ പറ്റും. ഈ ഫണൽ ലൈക്ക് ക്യാവിറ്റീനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വെസ്റ്റിബ്യൂൾ. ഇറ്റ് ഇസ് ദി ആൻറ്റീരിയർ പോർഷൻ ഓഫ് ദി എലിമെൻ്ററി കനാൽ.
ഓക്കെ. നൗ ദി ഇന്നർ സൈഡ്, അപ്പോൾ നമുക്ക് ഓറൽ ഹുഡിൽ ഇനി അകത്തോട്ട് കിടക്കാം. നമ്മൾ ഓറൽ ഹുഡിൻ്റെ അകത്തോട്ട്, ഈ അകത്തെ ഭാഗത്തോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ ദി ഇന്നർ സൈഡ് ഓഫ് ദി ഓറൽ ഹുഡ് ഇറ്റ് പ്രോസസ് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ്. നമുക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും. ദി ഇന്നർ സൈഡ് ഓഫ് ദി ഓറൽ ഹുഡ് ഇറ്റ് പ്രോസസ് ഇങ്ങനെ it possesses finger like projections. It possesses ഇങ്ങനെ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് പൊസസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഡോട്ടഡ് ലൈനോട് കാണിക്കുന്നുണ്ട്. ഇറ്റ് പൊസസ്സസ് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ്. ഈ ഫിംഗർ അകത്തോട്ട് ഫേസ് ചെയ്യുന്ന ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഇത് പൊസസ് ചെയ്യുന്നുണ്ട്. ഈ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഉണ്ട്. ഈ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസിൻ്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നൗ ദീസ് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഇറ്റ് പൊസസ്സസ് സീലിയേറ്റഡ് ഗ്രൂവ്. കണ്ടോ, സീലിയേറ്റഡ് ഗ്രൂവ് ഉള്ള ഈ പറയുന്ന ഡോട്ട് കാണിക്കുന്ന സീലിയേറ്റഡ് ഗ്രൂവാണ്. അങ്ങനെ സീലിയേറ്റഡ് ഗ്രൂവ് ബെയർ ചെയ്യുന്ന ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് അകത്തോട്ട് കാണാൻ പറ്റും. ഈ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസിനെ നമ്മൾ കളക്റ്റീവ്ലി വിളിക്കുന്ന പേരാണ് വീൽ ഓർഗൻ. സോ ദി എപ്പിത്തീലിയൽ ലൈനിങ് ഓൺ ദി ഇന്നർ സൈഡ് ഓഫ് ദി ഓറൽ ഹുഡ് ബെയർസ് ഫിംഗർ ലൈക്ക് ഫോൾഡിംഗ് ആൻഡ് വിത്ത് സീലിയേറ്റഡ് ഗ്രൂവ്, ആൻഡ് ദീസ് ആർ നോൺ ആസ് വീൽ ഓർഗൻ. നൗ ഈ വീൽ ഓർഗൻ്റെ മൂവ്മെൻറ്റ്, ഈ വീൽ ഓർഗൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മൂവ്മെൻറ്റ് ഇറ്റ് ക്രിയേറ്റ്സ് എ വാട്ടർ കറണ്ട് ടു ദി മൗത്ത്. ഓക്കെ. നൗ ഇവിടെ തന്നെ യു ക്യാൻ സീ ദാറ്റ് ദ മിഡ് ഡോഴ്സൽ ലൈൻ, നൗ ഇതാണ് വീൽ ഓർഗൻ, ഇവിടെ മാർക്കിംഗ് ഉണ്ട്. അതിൻ്റെ മിഡ് ഡോഴ്സൽ, നടുക്ക് ഡോഴ്സൽ സർഫസിൽ മിഡിലായിട്ട് ദർ ഇസ് എ റിഡ്ജ്, ഒരു മിഡ് ഡോഴ്സൽ റിഡ്ജ്, ഒരു പ്രോമിനൻ്റ് ആയിട്ട് ഒരു ലാർജസ്റ്റ് റിഡ്ജ്, ഒരു കുഴിവ് കാണാം, ഒരു റിഡ്ജ്, ഒരു പ്രൊജക്ഷൻ പോലെ, ചെറിയൊരു പ്രൊജക്ഷൻ പോലെ കാണാൻ പറ്റും. സോ ദ മിഡ് ഡോഴ്സൽ റിഡ്ജ് വിച്ച് ഇസ് ദ ലാർജസ്റ്റ് അറ്റ് ദാറ്റ് റീജിയൻ, ഇറ്റ് ഇസ് നോൺ ആസ് ഹാറ്റ്ചെസ് ഗ്രൂവ്. അതിനെ വിളിക്കുന്ന പേര് ഹാറ്റ്ചെസ് ഗ്രൂവ്. ഈ പറഞ്ഞ ഹാറ്റ്ചെക്ക് ഗ്രൂവ് എന്ന് പറയുന്നത് അതിൻ്റെ എൻഡിൽ നമുക്കൊരു പിറ്റ് കാണാൻ പറ്റും, വിച്ച് ഇസ് നോൺ ആസ് ഹാറ്റ്ചെക്ക് പിറ്റ്. അവിടെ റിഡ്ജ് കാണാൻ പറ്റും. ആ റിഡ്ജിൻ്റെ അകത്ത് ഒരു കുഴിവുണ്ട്, ഒരു ഗ്രൂവുണ്ട്. ഈ ഗ്രൂവിൻ്റെ ഏറ്റവും എൻഡിൽ നമുക്ക് പിന്നെയും ഒരു പിറ്റ് പോലെ കാണാൻ പറ്റും. നമ്മൾ ഈ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് ഹാറ്റ്ചെക്ക് ഗ്രൂവ്. ഈ പിറ്റിനെ വിളിക്കുന്ന പേരാണ് ഹാറ്റ്ചെക്ക് പിറ്റ്. ഓക്കെ. ഞാൻ അതൊരു ഗ്ലാൻഡുലാർ പിറ്റാണ്. ഇറ്റ് സെക്രീസ് മ്യൂക്കസ്. അപ്പോൾ നമുക്കറിയാം ഫിൽട്ടർ ഫീഡിങ് ഓർഗാൻസത്തിൽ വായിലോട്ട് കുറേ സീ വാട്ടർ കടന്നിട്ട് കാര്യമില്ല. സീ വാട്ടറിലുള്ള ചെറിയ ചെറിയ ഫുഡ് പാർട്ടിക്കിൾസിനെ ക്യാപ്ചർ ചെയ്യാൻ ഇറ്റ് ഹാസ് ടു പ്രൊഡ്യൂസ് മ്യൂക്കസ്. അത് നമ്മൾ കണ്ടിട്ടുണ്ട് എൻഡോസ്റ്റൈലായിട്ട്. ഫാരിങ്സിൽ എൻഡോസ്റ്റൈൽ എന്ന് പറയുന്ന സ്ട്രക്ചർ ഉണ്ട് വിച്ച് പ്രൊഡ്യൂസസ് മ്യൂക്കസ്. ഇവിടെ ഈ പറയുന്ന ആൻറ്റീരിയർ റീജിയൻ ഓഫ് ദി ആലിമെൻ്ററി കനാലിൽ തന്നെ മ്യൂക്കസ്, അതായത് അവർ ഫുഡ് കളക്ഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതുകൊണ്ട് മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യാൻ വേണ്ടി ഇറ്റ് ഹാസ് ഗോട്ട് എ ഹാറ്റ്ചെക്ക് ഗ്രൂവ് വിത്ത് ഹാറ്റ്ചെക്ക് പിറ്റ്. ഇനി അത് കഴിഞ്ഞാൽ, അതായത് നമുക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും, വൺസ് ഇറ്റ് എൻറ്റേഴ്സ് ദി ആൻറ്റീരിയർ എൻഡ്, മൗത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് എൻറ്റേഴ്സ് ദി ഫാരിങ്സ് വിത്ത് ന്യൂമറസ് ഗിൽ സ്ലിറ്റ്സ്. ആൻഡ് ഫാരിങ്സിൻ്റെ അകത്ത് നമുക്ക് എന്ത് കാണാൻ പറ്റും? ഫാരിങ്സിൻ്റെ അകത്ത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എൻഡോസ്റ്റൈൽ അതേ, ആൻഡ് എൻഡോസ്റ്റൈൽ മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യും വിച്ച് വിൽ കളക്ട് ദി ഫുഡ് പാർട്ടിക്കിൾസ് ആൻഡ് വിൽ ബി ട്രാൻസ്പോർട്ടഡ് ടു ദ സ്റ്റൊമക്ക് ആസ് വി ഹാവ് ഡിസ്കസ്ഡ് ഇൻ അസീഡിയ. Now the pharynx leads to a short esophagus which opens into the intestine. Now entire digestive system നമുക്ക് ciliated epithelium കാണാൻ പറ്റും. ആൻഡ് ഇൻറ്റസ്റ്റൈനിൽ തന്നെ നമുക്കൊരു ആൻറ്റീരിയർ വൈഡ് ആയിട്ടൊരു മിഡ് ഗട്ടും പോസ്റ്റീരിയർ നാരോ ആയിട്ടൊരു ഹൈൻഡ് ഗട്ടുമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. Now ഇവിടെ ഒരു മിഡ് ഗട്ട് ഡൈവേർട്ടിക്കുലം ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, വിച്ച് ഇസ് എ ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്. Now about the blood vascular സിസ്റ്റത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ് ഇസ് ഓഫ് ക്ലോസ് ടൈപ്പ് ആണ്. പക്ഷേ നമുക്കൊരു ഹാർട്ട്, പ്രോമിനൻറ്റ് ഹാർട്ടൊന്നും കാണാൻ പറ്റില്ല. ഹാർട്ട് എന്നൊരു സ്ട്രക്ചർ കാണാൻ പറ്റില്ല. നോ കോർപ്പസൽസ്. ഇവിടെ ബ്ലഡ് കളർലെസ് ആണ്. ബ്ലഡ് വെസൽസ് വളരെ കുറവാണ്. വെൻട്രൽ അയോട്ടയാണ് മെയിനായിട്ട് ഹാർട്ടിൻ്റെ ഫംഗ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ക്ലോസ്ഡ് ആണെങ്കിലും ഒരു പമ്പിങ് ഓർഗൻ ഒന്നും കാണാൻ പറ്റില്ല. ഈ വെൻട്രൽ അയോട്ട ഒന്ന് ബ്ലഡ് പമ്പ് ചെയ്യുന്നതാണ് കാണാൻ പറ്റുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എക്സ്ക്രീറ്ററി സിസ്റ്റം ഇസ് വിത്ത് പ്രോട്ടോനെഫ്രീഡിയ വിത്ത് സൊളിനോസൈറ്റ്സ് ആണ്. ആൻഡ് ആംഫിയോക്സസിനെ കുറിച്ച് നമ്മൾ മെയിൻലി നമ്മൾ പറയുമ്പോഴത്തേക്കും ആംഫിയോക്സസ് പ്രീവിയസ്ലി ഞാൻ പറഞ്ഞു ബ്രെയിൻലെസ് ആയിട്ടാണ് പറയുന്നത്. പക്ഷേ അവർക്ക് എന്താ പറയുന്നത്, ഇപ്പോൾ പറയുന്നുണ്ട് അവരുടെ ബ്രെയിനിൻ്റെ, അതായത് നെർവ് കോഡിൻ്റെ അറ്റ്, നെർവ് കോഡിൻ്റെ ആൻറ്റീരിയർ എൻഡ്, അതായത് ഇങ്ങനെ നെർവ് കോഡ് പോവുകയാണെങ്കിൽ അതിൻ്റെ ആൻറ്റീരിയർ എൻഡിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഒരു പ്രൊജക്ഷൻ കാണാൻ പറ്റും. ആൻഡ് ഈ പ്രൊജക്ഷനിൽ ദർ ആർ ഏരിയാസ് കറസ്പോണ്ടിങ് ടു ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ ആൻഡ് ഹൈൻഡ് ബ്രെയിൻ. വെർട്ടിബ്രേറ്റ്സിലെ ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ ആൻഡ് ഹൈൻഡ് ബ്രെയിൻ കറസ്പോണ്ട് ചെയ്യുന്ന ഏരിയാസ് ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ആസ് വി ഹാവ് ഓൾറെഡി സെഡ് ദേ ഡോണ്ട് ഹാവ് എനി സെൻസ് ഓർഗൻസ് ഓർ സച്ച് തിങ്സ്. ഓക്കെ. Now ഇവിടെ sexes are separate.
ഫെർട്ടിലൈസേഷൻ എക്സ്റ്റേണൽ ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. ഇനി ഇവിടെ ആംഫിയോക്സസിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ യു ക്യാൻ സീ ദാറ്റ് നൗ ദിസ് ഓർഗാനിസം ഇസ് എ സ്പെഷ്യൽ ഓർഗാനിസം വിച്ച് ഹാസ് ഗോട്ട് ലോട്ട്സ് ഓഫ് സിമിലാരിറ്റീസ് ഓർ ലോട്ട്സ് ഓഫ് similarities with non-chordates and then lots of chordate characters as well. But let's discuss the affinities of Amphioxus. Amphioxusന് non-chordate organismത്തിൽ ആരൊക്കെയായിട്ടാണ് affinities ഉള്ളത്, chordate organismത്തിൽ ആരൊക്കെയാണ് affinities ഉള്ളത് നമുക്ക് നോക്കാം. കാരണം എന്താ വെച്ചാൽ ഇത് affinities of Amphioxus to chordate organism and with non-chordata എന്ന് പറയുന്നത് 5 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് വരാറുള്ളൊരു ചോദ്യമാണ്. സോ വാട്ട് ആർ ദ നോൺ കോർഡേറ്റ് അഫിനിറ്റി? നമുക്കിവിടെ കാണാൻ പറ്റും സെഗ്മെൻറ്റഡ് ബോഡി പ്ലാൻ അല്ലേ, നമ്മൾ അനലിഡയിലൊക്കെ കാണുന്ന പോലെ മെറ്റാമർസ് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ആൻഡ് ദേ ഡോണ്ട് ഹാവ് എ പ്രോപ്പർ ഹെഡ്, ഒരു തല എന്ന് പറയുന്ന സംഭവം കാണാൻ പറ്റില്ല, വിച്ച് ഇസ് ഓൾസോ എ നോൺ കോർഡേറ്റ് ക്യാരക്ടർ. Now the nervous system is very simple, ഒരു ഡോർസൽ നെർവ് കോഡ് മാത്രമേ ഉള്ളൂ. സോ വിച്ച് ഇസ് ഓൾസോ എ നോൺ കോർഡേറ്റ് അഫിനിറ്റി നമുക്ക് കാണാൻ പറ്റും. ആൻഡ് എക്സ്ക്രീഷൻ വിത്ത് പ്രോട്ടോനെഫ്രീഡിയ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്ലാറ്റ് വേംസിൽ പ്ലാറ്റി ഹെൽമെൻസിനൊക്കെ ഉള്ളതുപോലത്തെ പ്രോട്ടോനെഫ്രീഡിയ വെച്ചിട്ടാണ് ഇവിടെ എക്സ്ക്രീഷൻ നടക്കുന്നത്. ആൻഡ് ദ സർക്കുലേറ്ററി സിസ്റ്റം ഇസ് ഓൾസോ വെരി സിമ്പിൾ, അതും നോൺ കോർഡേറ്റ് ക്യാരക്ടറാണ്. പിന്നെ സീലിയറി ഫീഡിങ്, അതായത് മൊളസ്കയിലൊക്കെ ഉള്ളത് പോലത്തെ ഒരു സീലിയറി ഫീഡിംഗ് ആണ് ഇവർക്ക് കാണാൻ പറ്റുന്നത്. Now what are the general chordate characters, chordate affinities? അപ്പോൾ ജനറലായിട്ട് കോഡേറ്റ എന്ന് പറയുന്ന ഫൈലത്തിൽ അവർ കോഡേറ്റ ഫൈലത്തിലാണ്. ഇപ്പോൾ ജനറലായിട്ട് അവർക്ക് എന്തൊക്കെയുണ്ട്? നോട്ടോകോഡ് ഉണ്ട്, ഡോർസൽ ട്യൂബുലർ നെർവ് കോഡ് ഉണ്ട്, ഫാരഞ്ചിയൽ ഗിൽ സ്ലിറ്റ്സ് ഉണ്ട്, പോസ്റ്റൈനൽ ടെയിൽ ആൻഡ് എൻഡോസ്റ്റൈൽ ഉണ്ട്. സോ അതൊക്കെ അവർ കോഡേറ്റ് ക്യാരക്ടേഴ്സ് തന്നെയാണ്. പക്ഷേ അതിൻ്റെ അകത്ത് തന്നെ യൂറോ കോഡേറ്റ് ആയിട്ട് എന്തൊക്കെ അഫിനിറ്റീസ് ആണുള്ളത്? നൗ യൂറോ കോഡേറ്റയുടെ ലാവൽ സ്റ്റേജും ആംഫിയോക്സസിൻ്റെ ലാവൽ സ്റ്റേജും ഭയങ്കരമായ സിമിലാരിറ്റീസ് കാണിക്കുന്നുണ്ട് വിത്ത് റെസ്പെക്ട് ടു ദ പ്രസൻസ് ഓഫ് നോട്ടോകോഡ്, നെർവ് കോഡ് ആൻഡ് ഫാരഞ്ചിയൽ ഗിൽ സ്ലിറ്റ്സ്. പിന്നെ എൻഡോസ്റ്റൈൽ, യൂറോ കോഡേറ്റിൽ കാണുന്ന അതേ എൻഡോസ്റ്റൈലിൽ നമുക്ക് എവിടെയും കാണാൻ പറ്റും ആ എൻഡോസ്റ്റൈലിൻ്റെ പ്രസൻസ്. യു ക്യാൻ സീ ഇറ്റ് ഇൻ ദ Amphioxus as well. Now the way in which the notochord is formed, the way in which embryological way in which the nerve cord is formed is also similar to that of Urochordata. പക്ഷേ യൂറോകോഡേറ്റയുടെ ഡിഫറൻസ് ഉണ്ട്. കാരണം എന്തൊക്കെയാണ് ഡിഫറൻസ്? ഈ പറയുന്ന ആംഫിയോക്സസിലുള്ള മയോട്ടോംസ് അല്ലെങ്കിൽ മസിൽസ്, സെഗ്മെൻ്റൽ മസിൽസ് നമുക്ക് ആരിൽ കാണാൻ പറ്റുന്നില്ല? യൂറോകോഡേറ്റയിൽ കാണാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ഇവിടെയുള്ള പ്രസൻസ് ഓഫ് പ്രോട്ടോനെഫ്രീഡിയ ഇത് നമുക്ക് യൂറോകോഡേറ്റയിൽ കാണാൻ പറ്റുന്നില്ല. നൗ ഇവർക്ക് സെഫാലോകോഡേറ്റ ഓർഗാനിസത്തിന് ഇനി സൈക്ലോസ്റ്റോംസ്, അതായത് വേർട്ടിബ്രേറ്റിൽ സൈക്ലോസ്റ്റോംസുമായിട്ട് അല്ലെങ്കിൽ ജോലസ് ഫിഷസുമായിട്ട് കുറച്ച് സിമിലാരിറ്റി കാണിക്കുന്നുണ്ട്. അവിടെ തന്നെ നിങ്ങൾ ഈ മുകളിൽ കാണുന്ന നമ്മുടെ ആംഫിയോക്സസ് ആണെങ്കിൽ താഴെ കാണുന്നത് സൈക്ലോസ്റ്റോമായ ലാംപ്രയുടെ ലാവയാണ്. അതായത് ലാംപ്രയുടെ ലാവയെ കോൾഡ് അമോസിറ്റസ് ലാവേ ആൻഡ് ദി ആംഫിയോക്സസ് ലുക്സ് വെരി സിമിലർ അല്ലേ, ഇറ്റ് ആക്ച്വലി ലുക്സ് സെയിം. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ അതായത് ഇവിടുത്തെ ലാവൽ ഫോംസിന് ഭയങ്കര സിമിലാരിറ്റീസ് ഉണ്ട്. എന്തായാലും ലാവൽ ഫോമിൻ്റെ സിമിലാരിറ്റി പറയുന്നതിന് മുന്നേ ജനറൽ സിമിലാരിറ്റി പറയാം. നൗ ഇൻ ദ കേസ് ഓഫ് സൈക്ലോസ്റ്റോം ഓൾസോ അവിടെയും അഡൾട്ട്, സൈക്ലോസ്റ്റോമിലും അഡൾട്ട് ലാംപ്രയൊക്കെ ദേ റീറ്റെയിൻ ദ നോട്ടോകോഡ്. ഓക്കെ, സോ അത് ഒരു ക്യാരക്ടറാണ്. പിന്നെ ആബ്സെൻസ് ഓഫ് ജോ ആൻഡ് പേഡ് അപ്പൻഡേജസ്, നമുക്ക് ഇവർക്ക് നമ്മൾ പറഞ്ഞില്ലേ ജോ ഇല്ല, പേഡ് അപ്പൻഡേജസ് ഇല്ല, അത് തന്നെ ആർക്കും ഇല്ല, സൈക്ലോസ്റ്റോംസിലും കാണുന്നില്ല. ആൻഡ് വേർ ദ സിമ്പിൾ സർക്കുലേറ്ററി സിസ്റ്റം ഇസ് ഓൾസോ എ കോമൺ ഫീച്ചർ. ബട്ട് ലാവൽ സ്റ്റേജിൽ നോക്കുവാണെങ്കിൽ ലാവൽ സ്റ്റേജിൽ ഭയങ്കര സിമിലാരിറ്റീസ് ആണ്. ഓറൽ ഹുഡുണ്ട്, വീലം ഉണ്ട്, അതായത് ആ വെസ്റ്റിബ്യൂൾ പോലത്തെ വീലം സ്ട്രക്ചറുണ്ട്, എൻഡോസ്റ്റൈൽ ഉണ്ട്, ഡോർസൽ ഫിൻ ഉണ്ട്, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡോർസൽ ഫിൻ, കോഡൽ ഫിൻ ഒക്കെ. സോ സം സേ ദാറ്റ് ആംഫിയോക്സസ് എന്ന് പറയുന്നത് ഏതോ ഒരു സൈക്ലോസ്റ്റോമിൻ്റെ ലാവൽ ഫോം ആണെന്നും അത് നിയോട്ടണി സ്റ്റേജിൽ ഇങ്ങനെ റീറ്റെയിൻ ചെയ്ത് പോകുന്നതാണെന്ന് വരെ ചില സയൻറ്റിസ്റ്റ്മാർ, ചില ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷേ അഡൾട്ട്, അതായത് അഡൾട്ട് സൈക്ലോസ്റ്റോമായിട്ടുള്ള സിമിലാരിറ്റി എന്താണ് ഇവർക്ക്? ഈ മയോട്ടോംസ്, പെർസിസ്റ്റന്റ് ഗിൽ സ്ലിറ്റ്സ് ഒക്കെയാണ് അഡൾട്ടുമായിട്ടുള്ള സിമിലാരിറ്റി പറയാൻ പറ്റും. ഇനി വാട്ട് ആർ ദ സിമിലാരിറ്റീസ് വിത്ത് വേർട്ടിബ്രേറ്റ്സ്? വേർട്ടിബ്രേറ്റ്സ് ആയിട്ട് പോകുമ്പോഴുള്ള സിമിലാരിറ്റീസ് എന്ന് വെച്ചാൽ നോട്ടോകോഡ് ഇസ് എന്താ പറയുക, നമുക്ക് നോട്ടോകോഡ് എന്ന് പറഞ്ഞാൽ വേർട്ടിബ്രൽ കോളത്തിൻ്റെ ഒരു പ്രിക്കേഴ്സറായിട്ട് പറയാൻ പറ്റും. ഡോർസൽ നെർവ് കോഡ് ഉണ്ട്, സെൻട്രൽ നെർവ് സിസ്റ്റത്തിന് സിമിലർ ആയിട്ടുള്ള, മീൻസ് സെൻട്രൽ നെർവ് സിസ്റ്റത്തിലോട്ട് ഹയർ വേർട്ടിബ്രേറ്റ്സിൻ്റെ സെൻട്രൽ നെർവ് സിസ്റ്റത്തിലോട്ട് പോകുന്ന നെർവ് കോഡ് ഇവർക്കുമുണ്ട്. ആൻഡ് ആ നെർവ് കോഡിൻ്റെ അറ്റത്ത് ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ, ഹൈൻഡ് ബ്രെയിൻ ഡിവിഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ പ്രസൻസ് ഓഫ് ജീൻസ് നമുക്ക് ഇവർക്കും കാണാൻ പറ്റും. ആൻഡ് സെഗ്മെൻറ്റഡ് അറേഞ്ച്മെൻറ്റ് ഓഫ് മസിൽസ് എന്ന് പറയുന്ന വേർട്ടിബ്രേറ്റ്സിൽ കാണുന്ന അതൊരു ഫീച്ചറാണ്. ആൻഡ് പ്രസൻസ് ഓഫ് എ സർക്കുലേറ്ററി സിസ്റ്റം, സിമ്പിൾ ആണെങ്കിൽ ഒരു ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം ഉണ്ട്, വിച്ച് ഇസ് ഓൾസോ വേർട്ടിബ്രേറ്റ് ക്യാരക്ടർ. ആൻഡ് പക്ഷേ ഡിഫറൻസ് എന്തുണ്ട് ഹയർ വേർട്ടിബ്രേറ്റ്സുമായിട്ട്? ദേ ഡോണ്ട് ഹാവ് എ ഹെഡ്. ആംഫിയോക്സസിന് ഹെഡ് ഇല്ല, വേർട്ടിബ്രൽ കോളം എന്ന് പറയുന്ന സംഭവമില്ല, സെൻസ് ഓർഗൻസ് ഇല്ല, സ്പെഷ്യലൈസ്ഡ് ബ്രെയിൻ ഇല്ല എന്ന് പറയുന്നതാണ് ഡിഫറൻസ്. സോ ദീസ് ആർ ദ ബേസിക് അഫിനിറ്റീസ് ഓഫ് Amphioxus with respect to chordate organisms and other chordate organisms and non-chordate organisms. അപ്പോൾ
ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദ ടോപ്പിക്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ ചോദിച്ചോളുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.